everyone, welcome back to a Q&A episode. ഭയങ്കര വൃത്തിയായിട്ടായിരുന്നേ. അങ്ങനെ ആരാണ് ഭയങ്കര റൊമാൻറ്റിക് എന്ന് വെച്ചാല് ഞാനാണ് കുറച്ച് കൂടുതൽ റൊമാൻറ്റിക്. വളരെ ലോക്കൽ ചോദ്യമാണ് കേട്ടല്ലോ. ശ്രാവണി ഇവളുടെ മോന്തി ഒന്ന് കാണിച്ചേക്കല് ഇവിടെ കട്ടിയായിട്ട്. കുറച്ചും കൂടെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. ചെയ്ത എന്ത് കുന്തമാണോ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഈ എന്തൊരു പ്രത്യേക ചോദ്യമായത്. രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ടായാൽ ആരാദ്യം കോംപ്രമൈസ് ചെയ്യും? ഞാനായിരിക്കാം. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴെന്ന് പറഞ്ഞു കൊടുക്കാം. ഇൻഡിപെൻഡന്റ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞടി. ശബ്ദം തമ്മിൽ മറക്കാൻ പറ്റാത്ത ഒരു ബ്യൂട്ടിഫുൾ അനുഭവം. ഇതല്ലേ തൊട്ടുമുന്നേ ചോദിച്ചത്. ഞാനൊന്ന് കിടക്കട്ടെ. When was your engagement date? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇങ്ങനെ കൊണ്ട് കിടക്കുന്നു. ഫസ്റ്റ് നമ്മുടെ എപ്പിസോഡ് വ്ലോഗ് ആയിരുന്നു. അയ്യോ, അത് കട്ട്ലറ്റ് ആയിരുന്നു, ബീഫ് കട്ട്ലറ്റ്. ഞാൻ ഇട്ട് നോക്കിയാൽ ഈ നമ്പര് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഓർമ്മയുണ്ട് എല്ലാം. പിടിച്ചോ, കറക്റ്റ്. ഇത് വളരെ ഫേമസ് ചോദ്യം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടാണ് എല്ലാവരും. ഞങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? പിടിച്ചോ. നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തമ്മിൽ മറക്കാൻ പറ്റാത്ത ഒരു Hello everyone, welcome back to a Q&A episode. ഭയങ്കര വൃത്തിയായിട്ടായിരുന്നേ. ഇപ്പഴേ കൈയിട്ട് അടുത്ത് ഇളക്കരുത്. ഞാൻ എടുക്കും. അപ്പൊ ഇപ്പൊ എടുക്കണ്ട ഒരു കാര്യം, ഒരു ഡയലോഗ് പറയാനുണ്ടായിരുന്നു. ഈ ഒരു പാത്രത്തിനുള്ളിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി എടുക്കുന്നു, ഷറപറാന്ന് പറഞ്ഞ ആൻസർ പറയുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. തുടങ്ങാം. അതൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ എടുത്തു. ആ ചോദ്യത്തിന് ആര് മറുപടി പറയും? ഓക്കേ. അപ്പൊ പാപ്പ ഇങ്ങനെ ആക്കിട്ട് ഒരെണ്ണം എടുക്കാം. എന്തായിരുന്നു? നൊമാൻറ്റിക് അല്ല, അവൾ എഴുതിന്റെ തെറ്റാണ് കേട്ടോ. അവള് ആരാണ് ഉദ്ദേശിച്ചത്? പൊട്ട തെറ്റാണ്. ഹു ഈസ് മോർ റൊമാൻറ്റിക് ആൻഡ് ലവബിൾ? പറ. ഞാൻ എന്റെ പേര് പറയുന്ന മോശമല്ലേ ഈ ഒരു സാഹചര്യത്തില്? എടുത്ത ആളാണ് ആദ്യം പറയാൻ. എന്താ സംശയം ഇതിനകത്ത്? ഹു ഈസ് മോർ റൊമാൻറ്റിക് ആൻഡ് ലവബിൾ എന്ന ചോദ്യത്തിന് വളരെ പ്രശസ്തമായ ഒരു മറുപടിയാണ്. പാപ്പുവിനെ പണ്ട് മുതൽ ഇന്ന് വരെ പാപ്പുവിന് ആ ഒരു ഗ്രാഫിൽ ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പാപ്പുവിന് വലിയ മാറ്റമൊന്നും ഇല്ല. ഓൾറെഡി ഹൈയിൽ ഇരിക്കുന്ന ഗ്രാഫ് അല്ലേ. ഇന്നും താക്കാനേ പറ്റുന്നത്, മേലെ പൊക്കാൻ പറ്റില്ല. അങ്ങനെ ആരാണ് ഭയങ്കര റൊമാൻറ്റിക് എന്ന് വെച്ചാല് ഞാനാണ് കുറച്ച് കൂടുതൽ റൊമാൻറ്റിക്. റൊമാൻറ്റിക് ആയിട്ട് പാപ്പു അല്ല. കൂട്ടത്തിൽ ആരാണ് ഭേദം വെച്ചാല് പണ്ട് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അന്ന് പാപ്പു വളരെ ലോ ആയിരുന്നു. ഇപ്പൊ പാപ്പു ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഞാൻ വളരെ ലോ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരെപ്പോഴാണ് ഒരേപോലത്തെ ട്രാക്കിൽ എത്തുന്നതെന്ന്. അല്ലേ? അല്ലേ? ട്രാക്ക് പിടിക്കാൻ പറ്റില്ല. മതിയേ, ഇനി ആ ചോദ്യം കൊണ്ട് കുറെ നേരം മെഴുകും. ഇത് നമുക്ക് അടുത്തത് എടുക്കാവേ. അടുത്ത ഞാൻ എടുക്കാം. ദൈവമേ, പാപ്പു വെള്ളം കുടിക്കണ ഒരു ചോദ്യം കിട്ടണേ. ഞാൻ വെള്ളം കുടിക്കുന്ന ചോദ്യം കിട്ടത്തില്ല. കാര്യം എന്റെ എല്ലാത്തിനും ചോദ്യത്തിന് ആൻസർ ഉണ്ട്. ആരാണ് ആദ്യം സർപ്രൈസ് ബർത്ത്ഡേ പ്ലാൻ ചെയ്തത്? എന്ത് കുന്തമാണോ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ആരാണ് ആദ്യം സർപ്രൈസ് ബർത്ത്ഡേ പ്ലാൻ ചെയ്തത്? എന്തായിരുന്നു സർപ്രൈസ് സിറ്റുവേഷൻ?
ഞാൻ കുറച്ചും കൂടെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. വളരെ ലോക്കൽ ചോദ്യമാണ് കേട്ടല്ലോ. അതൊന്നും വായിക്കരുത്. ശ്രാവണി ഇവളുടെ മോന്തി ഒന്ന് കാണിച്ചേക്കത് ഇവിടെ കട്ട് ചെയ്തിട്ട്. ചോദ്യം എഴുതാണ്ട് മറ്റേ ഹസ്കി ഡാൻസിന്റെ ആ പൊസിഷനിൽ ഫോട്ടോ കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇതൊക്കെ ഞാനും പാപ്പു പറഞ്ഞ് മടുത്ത് മെഴുകിയ ചോദ്യങ്ങളാണ്. എന്നാലും പാപ്പു പറഞ്ഞേക്കാം. ആരാണ് ഫസ്റ്റ് ഇവളെന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു മാക്ബുക്ക് മേടിച്ചതാന്ന് തോന്നുന്നു. എന്റെ ഓർമ്മയിലുള്ള ഫസ്റ്റ്. അതാണോ ആദ്യത്തെ ബർത്ത്ഡേ സർപ്രൈസ്? ഈ മനുഷ്യൻ അങ്ങ് ബംഗാളിൽ അല്ല, അങ്ങ് ബാംഗ്ലൂരിൽ ജോലി ബാക്കി പറ. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. ഓർമ്മയുണ്ടോ? അതിന്റെ ബാക്കി പറ. എന്നിട്ട് ബാംഗ്ലൂരിൽ കല്യാണത്തിന് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു ബർത്ത്ഡേ കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എനിക്കൊന്നും പാപ്പുവിന്റെ ലൈഫിൽ ആദ്യത്തെ അങ്ങനത്തെ ഒരു ബർത്ത്ഡേ സർപ്രൈസ് അറേഞ്ച് ചെയ്തെടുത്തൊരു പെൺകുട്ടി ഞാനായിരുന്നു. എല്ലാ പെൺകുട്ടികളടുത്ത് ഞാൻ തന്നെ പറയാറുള്ളത്. അങ്ങനെ അവര് വിചാരിക്കുവാണെങ്കിൽ തെറ്റാണ്. അടുത്തതെടുത്തോ. ഇതിന്റെ ഭവിഷ്യത്തുണ്ടല്ലേ? എന്തൊന്നും വേണ്ട. അയ്യോ, ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്റർവ്യൂല് പറഞ്ഞ് മടുത്തതാണ് ഇത്. ആൾക്കാർ ഇതിന് മറുപടി എന്നെ തല്ല്. എന്നാലും പറഞ്ഞു അഭമല്ല, ആദ്യം മലയാളം വായിക്കാൻ അറിയത്തില്ല. ആദ്യം കണ്ടത് അത് അവളുടെ ചോദ്യം എങ്ങനെയാന്ന് അറിയാവോ? ആദ്യം മലയാളത്തില് when did you first met, അതിന്റെ താഴെ അത് മലയാളത്തില് ആദ്യം കണ്ടത്. അതിന്റെ ബ്രാക്കറ്റില് വീണ്ടും വിശദീകരണം. ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്? കാണാൻ വേണ്ടിട്ടാണോ? വിവാഹത്തിന് മുമ്പുള്ള കണ്ടുമുട്ടലുകൾ പാപ്പും അതിനുശേഷമുള്ള കണ്ടുമുട്ടലുകൾ ഞാനും. കല്യാണത്തിന് മുമ്പ് കാണാനുള്ള എല്ലാ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നത് ജയൻ തന്നെയായിരുന്നു അല്ലേ? എന്താ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്ന് പറഞ്ഞു കൊടുക്ക. പക്ഷെ അത് നീ പറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് പാപ്പ പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹം. എനിക്ക് പാപ്പ പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹം. ഓർമ്മയില്ല? ഉണ്ട്. പെട്രോൾ പമ്പിന് അവിടെ ബൈക്കിൽ ഒന്ന് കണ്ടു. ഓർമ്മ ഉണ്ടെങ്കിൽ ഡേറ്റ് പറ. എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വിചാരിച്ചത് അല്ല, എന്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചല്ലോ. അല്ലെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ജൂൺ 5-ാം തീയതി. ജൂൺ 30-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ജൂലൈ 5-ാം തീയതിയാണ് നമ്മൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞ ഡേറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്. എന്തെങ്കിലും അറിയാവോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എടുക്കട്ടെ. അടുത്തത് തമ്മിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇല്ല, ഒരു കഴിഞ്ഞിട്ട് 3 കുത്ത്. അതിന്റെ താഴെ അടുത്ത പാരഗ്രാഫിൽ സിറ്റുവേഷൻ. തമ്മിൽ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. നല്ലത് വേണോ വഴക്കുണ്ടാക്കിയത് വേണോ? തമ്മിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പാപ്പുവിന് ഞാൻ എന്ന് സ്മരണയോടെ ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞങ്ങളുടെ ആദ്യത്തെ വിദേശ യാത്ര മാൽഡീവ്സിൽ. ഞങ്ങൾ മാൽഡീവ്സിൽ പോയി. അവിടെ ഞങ്ങള് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വെഡ്ഡിങ് റിങ് കാണാതെ പോയി. എനിക്ക് തോന്നുന്നു ആ വെഡ്ഡിങ് റിങ് കാണാതെ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഞാനന്ന് വഴക്ക് പറയുന്ന ഏറ്റവും കൂടുതൽ പേടിച്ച 2 ആൾക്കാർ. അമ്മ എന്നെ പഞ്ഞിക്കിടുമെന്ന് എനിക്കറിയായിരുന്നു. 2 പാപ്പു. അപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് എങ്ങനെ അത് റിയാക്ട് ചെയ്യുന്ന വഴക്കുറയെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തു, ആദ്യമായിട്ടും അവസാനമായിട്ടും. അന്ന് എന്നോട് പറഞ്ഞു, ഇല്ല പോട്ടെ, സാരില്ല, കുഴപ്പമില്ല, നമുക്ക് വേറെ മോതിരം മേടിക്കാം, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പണിയിപ്പിച്ചിട്ട് അമ്മേനെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ മറക്കാൻ പറ്റാത്ത ദുരനുഭവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കല്യാണത്തിന് മുമ്പ് ഞാനും പാപ്പും കൂടെ വഴക്കുണ്ടാക്കി 11 ദിവസം പിണങ്ങിയിരുന്നു. 12 ദിവസം പിണങ്ങിയിരുന്നു. അത് ഞാൻ ചത്താലും മറക്കൂല. ഇനി പറ, വെള്ളം കുടിച്ചോണ്ട് പറ. മറക്കാൻ പറ്റാത്ത നല്ല അനുഭവം ആദ്യം പറ. പറയുന്നില്ലേ? എന്നെ നോക്കിയിരിക്കുന്ന എന്തിനാ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് പപ്പുന് എന്റെ കൂടെ ഒരു നല്ല അനുഭവം പോലും ഇല്ലേ? എന്ത് ചെയ്യാനാ? എന്നാ ശരി, ആദ്യം ദുരനുഭവം പറ. മറക്കാൻ പറ്റാത്ത മോശപ്പെട്ട അനുഭവം.
പാപ്പു എന്നിൽ നിന്നുണ്ടായത്? വേണ്ട. നാട്ടിൽ അപ്പൊ പറ പാപ്പു. എന്റെ വീട്ടിലെ ഫ്രണ്ടിലത്തെ ഒരു ഗേറ്റ് വരേണ്ടത് ബാക്കിലത്തെ ഗേറ്റിലാക്കിയതിന്റെ മെയിൻ ഉത്തരവാദി നീയാ. എന്തോന്ന്? വീടിന്റെ സൈഡിൽ ഗേറ്റ്, ആ ഗേറ്റ് ഫ്രണ്ടിലിരിക്കുന്ന ഗേറ്റ് ചവിട്ടി നീ ബാക്കിൽ പറഞ്ഞില്ല. വീടിന്റെ ഫ്രണ്ടില് ഗേറ്റ് പണിയിക്കാൻ കൊടുത്തവൻ ചക്കാന്ന് പറഞ്ഞപ്പോ ചുക്കെന്ന് കേട്ടിട്ട് അതുപോലത്തെ ഗേറ്റ് ഫ്രണ്ടിലിരിക്കുന്ന ഗേറ്റ് ഇതിപ്പോ ബാക്കിലിരിക്കുന്നു. അല്ല, അവര് കൊടുത്ത ഡിസൈൻ തെറ്റിപ്പോയി, കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ ഫ്രണ്ടിലത്തെ ഗേറ്റ് എടുത്ത് ബാക്കിൽ വെച്ചിട്ട് ബാക്കിലത്തെ ഗേറ്റ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. സ്വാഭാവികം. ഡിസൈൻ അല്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്തുവാ? അതുകൊണ്ട് അവിടുത്തെ ആ ഗേറ്റ് പൊളിച്ച് ബാക്കിലാക്കി. ഇവരുടെ വീട്ടിൽ എത്ര ഗേറ്റ് ഉണ്ടെന്ന് അറിയാമോ? 4. ഫ്രണ്ടിലിറണം, ബാക്കിലിറണം, ഇപ്പുറത്തെ സൈഡിലിറണം, അങ്ങേപ്പുറത്ത് ഇറണം. അത് വിട്. നല്ല അനുഭവം പറ. നല്ല അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം കിട്ടുന്ന ഈ ഫ്രീഡം, അതൊരു വലിയ നല്ല അനുഭവം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറ. നല്ല എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഓർമ്മ ഒറ്റടി ഓർമ്മ വരുന്നല്ലേ. ഒന്നുമില്ലേ പറയാനെ പറ്റി നല്ലൊരു അനുഭവം? ഓക്കെ, ഇല്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഒരു നല്ല അനുഭവം എന്ന് വെച്ചാല് എന്നെ പോലെ ഫ്രീഡം കൊടുക്കുന്ന ഒരു ഭാര്യ ഞാൻ പറഞ്ഞല്ലോ. ഈ മനുഷ്യന് ഇനി മഷി ഇട്ട് നോക്കി തപസ് ഇരുന്നാ കിട്ടത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം അതല്ലേ പറയാൻ വന്നത്. അത് കട്ടി നാളെ പറഞ്ഞു. ഒന്നും കൂടെ പറ. അത് പറയട്ടെ. പറ. കുറച്ച് ഞാൻ പറയാം. ഇരുന്ന് ലാഗ് അടുപ്പിച്ച് ഇമോഷൻ ഇടാതെ പറ. നല്ല അനുഭവം അല്ലേ. എനിക്ക് ഇത്രയും കിട്ടുന്ന ഫ്രീഡം ഒരു വലിയ സംഭവം തന്നെ. ചോദ്യം ക്യാൻസൽ ചെയ്തേക്കെ, അടുത്തെടുക്ക. ശരിയായില്ല. പാപ്പുന് എന്നെ പറ്റി നല്ലൊരു അഭിപ്രായം പറയാനില്ലാത്ത എന്റെ തെറ്റാണോ? തമ്മിൽ ഉണ്ടായ കാരണങ്ങൾ, തമ്മിൽ ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ. തമ്മിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് മോന് എന്റെ അടുത്ത് ഇഷ്ടമുള്ള 3 നല്ല കാര്യം. എനിക്ക് കിട്ടുന്ന ഫ്രീഡം എന്ത് ചോദിച്ചാൽ ഇത് എന്റെ ശരി. 1 ഫ്രീഡം, 2 പോരട്ടങ്ങട് ഇവിടെ ഉണ്ടാക്കുന്ന ബ്രിഞ്ചാൾ ഫ്രൈ. ഇതാണ് ഞാൻ ഇതുപോലത്തെ കണ്ടന്റ് ഒന്നും ചെയ്യാത്തത്, മനസ്സിലായോ? 3ാമത്തെ പറ. ബ്രിഞ്ചൽ ഫ്രൈയിലിടുന്ന മസാല. കഞ്ഞിയും. ഇതാണ് 3 കാര്യം പാപ്പുനെ അടുത്ത് ഇഷ്ടമുള്ളത് എന്റെ ക്യാരക്ടറില്. ഉള്ളത് പറ. പറയാം. എനിക്ക് കിട്ടുന്ന ഫ്രീഡം, പിന്നെ എൻ്റെ വീട്ടുകാരെ ഹാൻഡിൽ ചെയ്യുന്ന വേ, പിന്നെ ഏതെങ്കിലും ഇഷ്യൂ കൊണ്ട് ചെല്ലുവാണെങ്കിൽ ദ വേ ഷീ ഹാൻഡിൽ ദ സിറ്റുവേഷൻ. സിമ്പിൾ. എൻ്റെ ഈ ചോദ്യങ്ങൾ പാപ്പുവിന് പറ്റാതാവും. ഫുൾ എപ്പിസോഡ് വേണ്ട വരും. എൻ്റെ നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പാപ്പുവിനടുത്ത് ഇഷ്ടമുള്ള 3 കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ഒരു കാര്യങ്ങളിലും സാധാരണ ആൾക്കാരെ പോലെ ഒരു കാര്യങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, മറ്റത് മറിച്ചത്, ചക്ക മാങ്ങ തേങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. പിന്നെ 2ാമത്തെ കാര്യം ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വെട്ടിക്കൊല്ലാൻ പാകത്തിന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴോ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അഭിനയിച്ച് പെർഫോം ചെയ്ത് മരിക്കും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 3ാമത്തെ കാര്യം, പാപ്പുന് ഈ പറഞ്ഞ പോലെ എൻ്റെ കരിയർ ഗ്രോത്ത് നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാറുണ്ട്. അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്. ശരി, ചിലപ്പോൾ എൻ്റെ ചിലപ്പോഴല്ല, എൻ്റെ കരിയർ ഗ്രോത്ത് ഇത്ര ഉണ്ടാകാനുള്ളൊരു മെയിൻ റീസൺ പാപ്പു എന്നൊരാളിനെ എനിക്ക് ഹസ്ബൻഡായിട്ട് കിട്ടിയതുകൊണ്ടാണ്. ചിലപ്പോൾ വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് പല റെസ്ട്രിക്ഷൻസും വന്നേനെ. പക്ഷെ അതുകൊണ്ട് ശ്രാവണ ഈ സാധനം ഒന്ന് കട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് ഡ്രൈവിലാക്കി തന്നേക്കണേ. എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അത് ചെയ്ത് മാറ്റി പറയേ ഉപയോഗിച്ചു. ഓക്കെ, അടുത്തതെടുക്ക്. ശബ്ദം പിന്നെ ഇടയിൽ കൂടെ കഴിക്കണം അല്ലേ പാപ്പുന്. പിടിച്ചേ. അടുത്ത എൻ്റെ ചോദ്യം ചെയ്യുമ്പോൾ എന്താണെന്നോ, വീട്ടുകാരോട് പറയാതെ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ പല ട്രിപ്പുകളും അതങ്ങനെയാണ് പോകാറില്ല. ഈശ്വരാ, എടുക്കടുത്ത ക്വസ്റ്റ്യൻ. ഈ എന്തൊരു പ്രത്യേക ചോദ്യമായത്. ഹു ഈസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആൻഡ് അല്ലല്ല, അങ്ങനെയല്ല വായിക്കുന്നത്. ഹു ഈസ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞടി. എടാ ആ മോന്തൊന്ന് കാണിക്കോ. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഇൻഡിപെൻഡന്റ് സ്പെല്ലിംഗ് പറ ആദ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലി പോലും ഉണ്ടെന്ന് അറിയാത്ത ഒരാളാണോ ഈ ചോദ്യം എഴുതിയത്? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യലി ആണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആർക്കും കൂടുതൽ മാനേജ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ്ലി മാനേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അതെ, പാപ്പുന്റെ ക്രെഡിറ്റ് കാർഡ് പാപ്പ എന്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ എന്റെ അല്ല രണ്ടുപേരും ഇൻഡിപെൻഡന്റ്ലി മാനേജ് ചെയ്യണം. കേപ്പബിൾ ഞങ്ങൾ ആയിട്ടുള്ള ഡിപെൻഡന്റ് അല്ല ആൾക്കാരാണ്. ഫിനാൻഷ്യലി. പാപ്പു പിന്നെ പാപ്പു കുറച്ച് ചെലവ് കൂടുതലുള്ള ഒരാളാണ്. ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൂരത്താരാണെന്ന് ചോദിച്ചാൽ ഞാൻ പാപ്പുവാണെന്ന് പറഞ്ഞാണ്. ശരിയാ, ഞാൻ മേടിച്ചു കൊടുക്കുന്ന ആർക്കാ? ഇവക്ക് വേണ്ടി. ഒന്നും ഈ വീട്ടിലോട്ട് വരുന്നില്ല. അടുത്ത എന്റെ ചോദ്യം, എനിക്ക് വായിക്കാൻ പോകാനുള്ള ത്രാണിയില്ലേ. തമ്മിൽ മറക്കാൻ പറ്റാത്ത ഒരു ബ്യൂട്ടിഫുൾ അനുഭവം. ഇതല്ലേ തൊട്ട് മുന്നേ ചോദിച്ചത്. തമ്മിൽ മറക്കാൻ പറ്റാത്ത അത് ഇംഗ്ലീഷിൽ. അപ്പൊ രണ്ട് ചോദ്യമായല്ലോ. ഈ ചോദ്യത്തിലാണ് അവർ കാശ് കൊടുക്കുന്നത്. അല്ല, അത് ക്യാൻസൽ ചെയ്തു. അത് കാണിക്കുന്നില്ലല്ലോ. അത് കട്ട് ചെയ്യണ്ടോ ഇട്ടേക്ക്. എപ്പോഴെങ്കിലും ആൾക്കാർ നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഒന്ന് പ്രശംസിച്ചോട്ടെ. വെൻ വാസ് യുവർ എൻഗേജ്മെന്റ് ഡേറ്റ്? ഉണ്ടായിരുന്നില്ല. എന്നെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് എനിക്കിത്. എന്നെ കട്ടമില്ലടി. ഇങ്ങനെ കൊണ്ട് കിടക്കുന്നു. ക്യാൻസൽ. ഇതിൽ എങ്ങനെയുണ്ട് കിടക്കുക? എന്നാണ് നിങ്ങളുടെ മോതിരമാറ്റ ചടങ്ങ് എനിക്ക് അടുത്ത് എഴുതിയേക്കുന്നത്. When was your last date? ആ ഡേറ്റ് ഇവളുമായിട്ടാണോ അത് വേറെ ആരെങ്കിലും തന്നോ? പാപ്പ, ഞാൻ പറഞ്ഞ പാപ്പ വേറെ ആരെങ്കിലും ആയിട്ടുള്ളത് പറ. വിളിക്കും. ഞാൻ ഫ്രീഡം തരുന്ന വൈഫാണെന്നാണ് പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് ഒരു വൈഫും ഫ്രീഡം തരാറില്ല. When was your last date? മെനിഞ്ഞാന്ന് ബിലാൽ തട്ടുകട. Yes. രാത്രി 10:30 ദോശ ചമ്മന്തി. Yes. Silly girl. എൻ്റെ അടുത്ത് രാവിലെ പറയുവാണേ, നിങ്ങളെ വെള്ളം കുടിപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ദൈവം എന്തൊക്കെയായിരിക്കും. ഞാൻ ത്രില്ലടിച്ച് വന്നിരുന്നതാ. കുടിക്കും വെള്ളം. കണ്ടോ, ഇതൊന്നും തീരട്ടെ. തലവഴി ഒഴിക്കും ഞാൻ. അല്ല, ഇവിടെ ഒരു സിറ്റുവേഷൻ മാത്രം എനിക്ക് മനസ്സിലായി. രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ടായാൽ ആരാദ്യം കോംപ്രമൈസ് ചെയ്യും? വഴക്കുണ്ടായാൽ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത്? ഞാനായിരിക്കാം. എന്തുകൊണ്ട്? പാപ്പുവാണ് വഴക്കുണ്ടാക്കുന്നത്. അല്ല, എന്തിനൊരു വീട്ടിൽ കുടുംബകലകം ഉണ്ടാക്കണം? എന്റെ ദൈവമേ, എന്തൊരു നുണയനാണോ. എല്ലാ കെട്ടിയന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. അവസാനം ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. നമുക്കെന്തോ ആവശ്യം? സമാധാനം, ശാന്തി, ഒരു വീട്ടിൽ ശാന്തി. ചില സമയങ്ങളിൽ ഇവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ തോന്നാറില്ല. കാര്യം എനിക്ക് രാത്രി ഒരു 11 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാറുള്ളതാണ്. രാത്രി 3 മണി ആകാതെ 11 മണി കഴിഞ്ഞാൽ പിന്നെ കോഴി പിടുത്തമാണ്. പാപ്പ 3 മണി ആകാതെ എന്റെ പാപ്പ ഉറങ്ങത്തില്ല. ആരാണ് ആദ്യം ഞാൻ ഉത്തരം പറയണ്ടേ? വേണ്ട, നിന്റെ ഉത്തരങ്ങൾ ഇവിടെ ആവശ്യമില്ല. ആൾക്കാർക്ക് എന്റെ ഉത്തരങ്ങൾ കിട്ടി. ശരി, എന്നാ അടുത്തെടുത്തോ. When was your favorite dish and favorite food spot? അഖിലേ, ഇത് അർഹിക്കുന്നില്ല മറുപടി. അടുത്തെടുക്കട്ടെ. ഓരോ തോൽവി എപ്പിസോഡ്. രണ്ടുപേരും പരസ്പരം കുക്ക് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫുഡ് ഏതാണ്? ബിരിയാണിയാന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ബ്ലോഗിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ എപ്പിസോഡ് ബ്ലോഗ് ആയിരുന്നു. അയ്യോ, അത് കട്ട്ലറ്റ് ആയിരുന്നു, ബീഫ് കട്ട്ലറ്റ്. കറക്റ്റ്. ഞാൻ ഇട്ട് നോക്കിയാൽ നമ്പർ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഓർമ്മയുണ്ട് എല്ലാം. പിടിച്ചോ, കറക്റ്റ്. അപ്പൊ ഞാൻ ഇനി എടുത്തോട്ടെ. രണ്ടുപേരുടെയും ലൈഫിലെ ഒരു ബെസ്റ്റ് അച്ചീവ്മെന്റ് എന്താണ്? കെട്ടിയത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് എന്നെ പറയുമ്പോൾ കെട്ടിയതായിരിക്കും. അല്ലല്ല. കെട്ടിയത്. താങ്ക് യു. വെച്ചേര്. അടുത്ത ചോദ്യം എടുക്കാറേ. നീ ആദ്യം മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞല്ലോ. എന്തുവാ? നിനക്ക് എന്നെ കിട്ടിയത് എന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അല്ലേ? ഇത് ശരി, ഞാൻ സമ്മതിച്ചു. പാപ്പുവിന്റെ പറയാം ലൈഫ് ടൈം അച്ചീവ്മെന്റ്. എന്നെ പറയണമായിരിക്കും. ഇല്ല, എനിക്കൊന്നും ഒരു നിർബന്ധമില്ല. എന്നെ തന്നെ പറയണം, ഇഷ്ടമുള്ളത് പറഞ്ഞു. എന്തോ പാപ്പുവിന്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് രണ്ടുപേരുടെയും? നമ്മൾ രണ്ടുപേരുടെയും കൂടെ ചേർത്ത് ഈ വീട് മേടിച്ചിട്ട് ഇവിടെ താമസം മാറിയത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്റെ ലൈഫിലെ പറഞ്ഞു ആദ്യം പറഞ്ഞല്ലോ. ഒരു മറുപടി പറയാൻ പറ്റില്ല. അത് ഇമ്പോർട്ടന്റ് മറുപടി. ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ശരി, താലി കെട്ടുന്ന സമയത്ത് എന്താ താലി കെട്ടുന്ന സമയത്ത് നിനക്ക് എന്താണ് പരസ്പരം തോന്നിയെന്ന്? ഇതെങ്ങനെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് കെട്ടാൻ പറ്റുന്നെന്ന്. പാപ്പു തലേ ദിവസം ഫുൾ താലി കെട്ടി പഠിക്കലായിരുന്നു. എന്നിട്ട് പാപ്പു തെറ്റിച്ച് കെട്ടി. പാപ്പു അതിന്റെ ടെൻഷനിലായിരുന്നു. ഞാനാണെങ്കിൽ എന്തോ ഒന്ന് കെട്ടി തീർത്താൽ മതിയായിരുന്നു. ഞാൻ സത്യം ഞാൻ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു ആ സമയത്ത്.
വേറെ ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ അതിലങ്ങ് മുഴുകിപ്പോയി. എന്ത് ചെയ്യാനാ, നന്ദി പറച്ചിലായിരുന്നു ദൈവത്തിന്. നന്ദി ദൈവമേ, നന്ദി. ഹൂ സേസ് ഐ ലവ് യു ഫസ്റ്റ്? ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? സിറ്റുവേഷൻ പറയണം. അത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇച്ചായനാണ് അല്ലേ? ആണ്. ജൂലൈ 5-ാം തീയതി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞത്, കല്യാണത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തതെല്ലാം എൻ്റെ പാപ്പായിരുന്നു. പാപ്പൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെന്താ അംഗീകരിക്കാൻ അംഗീകരിച്ചു. അത് പാപ്പു പറ, എന്നാ നമ്മൾ ആദ്യമായിട്ട് ഐ ലവ് യു പറഞ്ഞേ? ജൂൺ 5 ജൂൺ 5 അല്ലേ? ജൂലൈ 5. ജൂലൈ 5. ആ, ഇത് വളരെ ഫേമസ് ചോദ്യം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടോ എല്ലാവരും. ഞങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? പിടിച്ചോ. എന്റെ ദൈവമേ, ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു ഫോൺ ഉണ്ടാണ്. ഇതിനകത്ത് ഇപ്പൊ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ അവളടുത്ത് പറഞ്ഞു, എടി ചോദ്യം ഒന്നും എന്നെ കാണിക്കരുത്, ഞാൻ ആ സമയത്ത് ഉള്ളത് പറയാം. അടിപൊളി ചോദ്യങ്ങൾ, ഇങ്ങനെ 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 ഇരിക്കാന്ന് പറഞ്ഞു. നിനക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയോ? 1.5 വർഷമായി എന്റെ കൂടെ ജോലി ചെയ്യുന്നത്. എന്റെ അടുത്ത് ലവ് മാരേജ് ആണ് അറേഞ്ച്ഡ് മാരേജ് ആണ്? ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ചോദ്യം ഉണ്ടാക്കുന്ന ആളെ ഇവിടെ ഒന്നും പിടിച്ചിരുത്തണേ കേട്ടോ. ഇത് ഉണ്ടാക്കാനുള്ള സാഹചര്യം വൈൻഡപ്പില് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ് കുട്ടി, എല്ലാവർക്കും. പിന്നെ എന്തിനു ചോദിച്ചു? രണ്ടും കൂടെ ഒരുമിച്ചെടുക്കാം, അതാണ് നല്ലത്. ഇത് വേണേ ഈ പപ്പു എടുത്തു. തമ്മിൽ ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ, മറ്റേതിന്റെ ബാക്കിയാണേ. തമ്മിൽ ഇഷ്ടമുള്ള 3 കാര്യങ്ങളുടെ ബാക്കിയായിട്ട് കുട്ടി അവതരിപ്പിക്കുന്ന അടുത്ത നാടകം. തമ്മിൽ ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ ഞാൻ പറയാം. അല്ലെ, ആദ്യം പപ്പു പറഞ്ഞു. ഓവർ അടുക്കി പറക്കൽ എനിക്കിഷ്ടമല്ല. അതായത് പാപ്പുന് ഇങ്ങനെ ചവറിനടക്കി ഇരിക്കണം, പപ്പുന് ഇഷ്ടം. അല്ലല്ല, ഒത്തിരി വൃത്തി എനിക്കിഷ്ടമല്ല. അല്ല, നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചാലല്ലേ വീട് കാണാൻ ഒരു വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഭരണം, അതെനിക്കിഷ്ടമല്ല. ഭരണം. പപ്പു കുടിക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നതിനാണ് ഭരണം എന്ന് പറയുന്നത്. അയ്യോ, ആ മോഡുലേഷൻ ഒന്നുകൂടെ വരട്ടെ. പാപ്പു കുടിക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? ഒന്നുകൂടെ. പാപ്പു കുടിക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തു തരുമോ? മൂന്നാമത്തെ കാര്യം പറ. മൂന്നാമത്തെ ഇഷ്ടമല്ലാത്ത കാര്യം ഒരുപാടുണ്ടല്ലോ, പെട്ടെന്ന് പറ. ഇഷ്ടമല്ലാത്ത കാര്യം ഒരുപാടുണ്ടല്ലോ. ഇഷ്ടമല്ലാത്ത കാര്യം എന്നെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ 9 മണിക്ക് കിടക്കാൻ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് കിടക്കാറുണ്ടോ? ഇല്ല. എത്ര മണിക്ക്? ഇഷ്ടമുള്ള കാര്യം. നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യം? എനിക്ക് ഇഷ്ടമല്ലാത്ത 3 കാര്യങ്ങൾ. ഒന്ന്, പാപ്പുവിന് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പാപ്പു എക്സ്ട്രീം വയലന്റ് ആണ്. പാപ്പു എന്താണ്, എവിടെയാണ്, ഏത് ഗ്രഹത്തിലാണെന്നോലും പാപ്പുവിന് ആ സമയത്ത് അറിയത്തില്ല. ആ രീതിക്ക് പെരുമാറും. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാലേ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണല്ലോ അതിന്റെ തെറ്റുകുറ്റം മനസ്സിലാവുന്നത്. അത് പാപ്പുവിന് ഒരിക്കലും മനസ്സിലാവാറില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പാപ്പു നീ പറഞ്ഞ പോലെ നേരത്തെ കിടക്കാൻ വിളിച്ചാൽ വരത്തേയില്ല. എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര തലവേദനയാണ്. എങ്ങനെ പോയാലും ഇവിടെ പാപ്പു ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ 12:30, 1 മണി, 1:30, 2, 3, 3:30 ഇവിടെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം. എൻ്റെ ആഗ്രഹം രാത്രി 9 മണിക്ക് കിടന്നുറങ്ങി രാവിലെ ഒരു 7, 7:30 ആകുമ്പോൾ എഴുന്നേറ്റ് രാവിലെ മുതൽ നമ്മുടെ കാര്യമൊക്കെ നോക്കി അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. നേരത്തെ കിടന്ന് ഉറങ്ങണം, പക്ഷെ ഉറങ്ങാൻ വിളിച്ചാൽ വരത്തേയില്ല. അതാണ് കാര്യം. ടെൻഷൻ വീട്ടില്. എന്ത് ടെൻഷൻ? ഭാര്യയുടെ പീഡനം ടെൻഷൻ. ഭാര്യയുടെ പീഡനം. പപ്പന് ഇത് വായിക്കാൻ താല്പര്യമുണ്ടോ? ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, വായിച്ചോ. When was the first കിസ്? ഹിസ് അല്ല, കിസ്. When was the first kiss? പപ്പന് ഓർമ്മയുണ്ടോ? കല്യാണത്തിന്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വൈറ്റ് പോർട്ടിക്കോടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരുന്ന സമയത്ത് നമ്മുടെ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്തോ പറഞ്ഞു, ഒരു ഉമ്മ കൊടുക്കുമെന്നോ പറഞ്ഞ ആ ഒരു ഫോട്ടോയാണ്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ ഫോട്ടോ നമ്മൾ ഇപ്പോഴും ഫ്രെയിം ചെയ്ത് നമ്മുടെ അടൂര് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കല്യാണത്തിന് മുമ്പ് എന്നെ കുറെ വട്ടമുള്ളത് നിർബന്ധിച്ചു ഉമ്മ. ഞാൻ പറയും, ഞാൻ തറവാടിപ്പെട്ട ആൾക്കാരാണ്, ഞാൻ അങ്ങനെ അന്യ സ്ത്രീകളെ ഒന്നും ടച്ച് ചെയ്യാറില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പാപ്പു പറഞ്ഞ ഇവിടെ കുറെ വട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. അപ്പം ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചോദിച്ച് മെഴുകിയ ചോദ്യങ്ങൾ കേട്ടിരുന്ന
എല്ലാ കേരളത്തിലുള്ള മാന്യ മഹാജനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളിട്ട ഇത് ഇങ്ങനെ അങ്ങ് തിരിച്ചാ പോരെ, അങ്ങോട്ട് തിരിച്ചോ, അതുപോലെ അങ്ങ് തിരിച്ചോളാം. Light ഇല്ല. ലൈറ്റ് ഞാൻ കൊടുത്തോളാം. അത് കൊടുത്തേ. മാറ്റിക്ക് കവർ മാറ്റ് അവിടെയെങ്കിലും ഒന്ന് ഫൂട്ടേജ് കേറിക്കോട്ടെ. ഇനി പല എക്സ്പ്രഷൻസ് കാണാം. ഇങ്ങോട്ട് തിരിഞ്ഞടി. ഇങ്ങോട്ട് തിരിഞ്ഞ്. എടി ഇതില്ലേ പച്ചാളം ബാസിയുടെ പച്ചാളം മാസിയുടെ 9 ഭാവങ്ങളില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഭാവങ്ങൾ ഇപ്പൊ കാണിക്കും. കണ്ട, എടി, കവർ മാറ്റിക്കേ. എടി മറ്റേ നിന്റെ ഫേമസ് ഭാവം ഒരെണ്ണം ഉണ്ടായല്ലോ. ആ വരട്ടെ പോട്ടെ. ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് ക്യാമറ ശ്രദ്ധിച്ചേ. അതാത്തെ പച്ചാളം ബാസിയുടെ മറ്റേ എടി മറ്റേ കാണിച്ചേ, പച്ചാളം ബാസിയുടെ മറ്റേ ഐറ്റം ഒന്നും കാണിച്ചല്ലോ. ലാസ്യം, ശൃംഗാരം, കരുണം, കണ്ടോ? കൊച്ചു കള്ളി. വെള്ളം പറയുമായിരുന്നു ഈ ചോദ്യങ്ങളുടെ അവസാനമല്ലേ അവർക്ക് എല്ലാവരും കൂടെ എണ്ണിച്ചിട്ട് കൈ കിട്ടുമെന്നാണ് അവൾ വിചാരിച്ചത്. സത്യം. എഴുന്നേറ്റ് കൈ അടിക്കുന്ന അവൾ പ്രതീക്ഷിച്ചു. അവളിപ്പോ എന്റെ അടുത്ത് പറയാം അവൾക്ക് ഭയങ്കര വിഷമമായി പോയിന്ന്. സത്യമായിട്ടും എല്ലാരും അവൾ എണ്ണിച്ചെന്ന് കൈ അടിക്കുമെന്ന് വിചാരിച്ചെന്ന് എല്ലാരും ഈ ചോദ്യം കാരണം. ഇത് വേണം ആദ്യം പിടിച്ച് ഹൈലൈറ്റ് ഇല്ലടാ. സത്യം. ആൾക്കാർക്ക് ആ ചോദ്യത്തിന്റെ ഒരു കാഠിന്യം മനസ്സിലാവും.